എൻ്റെ ജീവിതം ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചത് ഭഗവത്ഗീതയാണ് എന്ന് ഞാൻ പറയും. ഇപ്പം ഞാൻ ആലോചിച്ചത് എന്നാൽ പിന്നെ നമുക്ക് ഖുറാനോ ബൈബിളോ ഇങ്ങനെ ആക്കി കൊടുത്താലോ. എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായ ഒരു ചിന്തയാണ്. ഈ സംസ്കൃത ശ്ലോകത്തെ പ്രിയ പൈ എന്ന് പറയുന്ന അനുഗ്രഹീത ഗായിക നല്ല ഓർക്കസ്ട്രേഷൻ്റെ സപ്പോർട്ടോടുകൂടി ചൊല്ലുകയും, ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് എന്ത് സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാവുക. ഹേ മാധവ, സ്വജനത്തെ ഹതി ചെയ്തിട്ട് എങ്ങനെ ഞങ്ങൾ സുഖികളായി ഭവിക്കും? നമുക്കെന്താ വേണ്ടേ? ഇത് ആളുകളിലേക്ക് എത്തണം. ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ മണി മോട്ടീവ് അല്ല, ഭഗവത്ഗീതയെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു തടസ്സം. ഞാനിത് ചെയ്യണോ? എൻ്റെ ഉത്തരം ഭഗവത്ഗീത എനിക്ക് തരാം. അത് എൻ്റെ മനസ്സിനും ശരീരത്തിനും നൽകിയ ഒരു ഉണർവ് അതിഭയങ്കരം. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാകാൻ. ഇപ്പോൾ ഇതെത്തുന്നത് ഒരു കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കറും ഈ പെൻഡ്രൈവും മനോഹരമായി ചെയ്തൊരു സംഭവം. നിങ്ങളൊരു ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റും. മറക്കില്ല. ഈ ഭഗവത്ഗീതയുടെ മിത്ര മീഡിയയുടെ യൂട്യൂബിൽ ഞാൻ ആ കാലഘട്ടത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പോയി കൊണ്ടുകൊടുത്ത ഗസ്റ്റുകളുടെയൊക്കെ ടെസ്റ്റിമോണിയൽസ് ഇട്ടിട്ടുണ്ട്. എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഈ കൊടുത്ത ഫോട്ടോസ് ഒരുപാട് ഒട്ടനവധി ഫോട്ടോസ് എൻ്റെ സോഷ്യൽ മീഡിയയിലും. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഗൂഗിൾ ഫോട്ടോസിലൂടെ വെറുതെ കണ്ണോടിയപ്പോൾ ഞാൻ അന്ന് നടത്തിയ ആക്ടിവിറ്റീസ് ഒരുപാട്. ഒരു വിഷുക്കാലം കൂടെ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അബാക് മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് ആത്മീയതയുടെ പാതയിലേക്ക് ചലിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു പാത്രമായിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് ഈ ആത്മീയതയുടെ വശങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്? ആത്മീയതയുടെ വശങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതിലും അപ്പുറത്തേക്ക് ആത്മീയ വഴിയിലൂടെ ചരിക്കുന്ന പല ആളുകളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, പലരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാട്ടിക്കൊടുക്കാൻ ഒക്കെ അബാക് മീഡിയയും രാഹുലും ഞാനും നമ്മുടെ ടീമും അടക്കമുള്ള എല്ലാവരും കാരണമായിട്ടുണ്ട് എന്നതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നേരം പുലരുമ്പോൾ മുതൽ അതിരാവിലെ മുതൽ രാത്രിയിൽ വരെ നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ, വിളികൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സമയത്ത് നമ്മൾ വാർത്താ കണ്ടൻറ്റുകളും മറ്റ് കണ്ടൻറ്റുകളും ഒക്കെ യൂട്യൂബിൽ ചെല്ലുമ്പോൾ ഏറെ വിമർശനങ്ങൾ കേട്ടിരുന്നിടത്തുനിന്ന് കുറച്ച് പേർ മാത്രം അനുകൂലിക്കുകയും ചെയ്യുന്നിടത്തുനിന്ന് ഇന്ന് കുറച്ച് വിമർശനങ്ങളും ഒട്ടനവധി അനുകൂലമായ മെസ്സേജുകളും ഫോൺ വിളികളും ഒക്കെ ആയി മാറിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിനെല്ലാം കാരണമായി പലതിനെ നമുക്ക് കാണാൻ സാധിക്കും. പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ അവിചാരിതമായാണ് നമ്മൾ ഈ ആത്മീയമായ കണ്ടൻറ്റുകൾ ചെയ്യാൻ കാരണമായത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത്തരത്തിലൊരു കാലഘട്ടത്തെ പറ്റിയാണ് ഈ വിഷുദിനത്തിൽ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും അബാക് മീഡിയയുമായി ബന്ധമുള്ള അബാക് ഫാമിലിയുടെ എല്ലാവരുടെയും വിഷു ആശംസകൾ നേരുകയാണ്. വിഷു സമൃദ്ധിയുടെ ഉത്സവമാണ്, വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. അതെല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ. രാഹുലെ, ഭഗവത്ഗീത നമുക്കറിയാം, സ്വാഭാവികമായും ഹൈന്ദവ ജനതയെ സംബന്ധിച്ചിടത്തോളം മതപഠനം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ വളരെ വിരളമാണ്. ക്ഷേത്രങ്ങളിൽ ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ ബാലഗോകുലത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ നടത്തുന്നവരും അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്നവരും രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് വിവിധ കുടുംബങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ മുഖം തിരിക്കുന്നവരാണ് അധികവും. ഞാനൊക്കെ ചെറുപ്പകാലത്ത് മേലില ക്ഷേത്രത്തിൽ, ഞാൻ എപ്പോഴും പറയുന്ന സ്ഥലമാണ്, അവിടുത്തെ ഭഗവത്ഗീത ക്ലാസ്സുകളിൽ പോകുമായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷേ അന്നൊന്നും ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് അവിടെ ഈ ഭഗവത്ഗീത ക്ലാസ് കഴിയുമ്പോൾ നല്ല കഥകൾ കേൾക്കാൻ സാധിക്കും, നല്ല പാട്ടുകൾ കൂട്ടത്തിൽ പാടാൻ സാധിക്കും. അതിനുശേഷം നല്ല കളികൾ ഉണ്ടാകും, നല്ല ക്ഷേത്രത്തിലെ പ്രസാദം, പായസം, സ്വാദിഷ്ടമായ പായസം ലഭിക്കും. ഇതിനുശേഷം നമ്മൾ ഓടി വരികയാണ്. കാരണം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ ഭഗവത്ഗീത ക്ലാസ്സുകൾ. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മുടെ നാട്ടിൽ കുറേ വീടുകളിൽ TV ഉണ്ടാകില്ല. നമ്മുടെ വീട്ടിൽ അന്ന് കളർ TV ഉണ്ട്, ഫിലിപ്സിൻ്റെ കളർ TV ഉണ്ട്. അപ്പോൾ സ്വയം വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേര് ശ്രീകൃഷ്ണ സീരിയൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ നമ്മളോടെ പോയി ഇവരോടൊപ്പം ശ്രീകൃഷ്ണ എന്ന് പറയുന്ന സീരിയലൊക്കെ കാണും. നമ്മുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. പിന്നീട് വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് വിവിധ തൊഴിലിടങ്ങൾ, വിവിധ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പോയി ഒരു വിവാഹത്തിനൊക്കെ ശേഷം 27ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിനൊക്കെ ശേഷം അതിനു മുമ്പും പിന്നീടുമൊക്കെ പല ജോലികൾ, പല ബിസിനസ്സുകൾ, പല തരത്തിലൊക്കെ നീങ്ങി. എൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി രാഷ്ട്രീയമായി അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അത് ഇടതുപക്ഷത്തിന് അല്പം സ്വാധീനമുള്ള മേഖലയാണ്.
അപ്പോൾ സ്വാഭാവികമായും വിജയിക്കുമെന്ന് യാതൊരു വിധമായ ഉറപ്പുമില്ലാഞ്ഞിട്ടും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസേരി ഞാൻ അവിടെ മത്സരിച്ചു. നിസ്സാര വോട്ടിനാണ് അവിടെ പരാജയപ്പെടുന്നത്. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലും സജീവമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള കാര്യം എൻ്റെ നാടാണ്. എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ഡിഗ്രി പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു. ആ ഒരു 3 വർഷക്കാലം അല്ലാണ്ട് ഞാൻ നാട്ടിൽ ഒരു കാര്യത്തിൽ നിന്നും മാറിഞ്ഞിട്ടില്ല. ക്ഷേത്രോത്സവം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയായാലും ഓടിയെത്തുക എന്ന് തന്നെയാണ് നമ്മുടെ ഇത്. അപ്പോൾ ആ ഒരു ഈ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഒരുവിധം തീർന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. മാനസികമായി ഇനി എന്ത് എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. അതിനു മുമ്പ് വന്നുപോയ കോവിഡ് നിലവിലുണ്ടായിരുന്ന ബിസിനസ്സിനെ ആകെ തകർത്ത് തരിപ്പടമാക്കി. അപ്പോൾ ഭാര്യ ഞാൻ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ചേട്ടൻ തിരക്കൊക്കെ മാറിയിട്ട് ഇപ്പം നാട്ടിൻപുറത്തല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും അയാൾക്കന്നോട് ജോലിയില്ല. അപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ ഏറ്റവും സൗകര്യം എറണാകുളമാണ്. എറണാകുളംകാരിയാണ്. അയാളുടെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് വന്നു. പിണങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ, സ്നേഹത്തോടെ. ചേട്ടൻ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നുണ്ട്, നമുക്ക് എറണാകുളത്ത് പോയി സെറ്റിലാവാം, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ കരിയർ അതാണ് നല്ലത്. അപ്പോൾ അമ്മയും ഇതിടയ്ക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എറണാകുളത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ, പുതിയൊരു മേഖല കണ്ടെത്തണം. 2010 തന്നെ എൻ്റെ മീഡിയ ജീവിതം ഞാൻ ഉപേക്ഷിച്ച മട്ടാണ്. കാര്യം പല സാഹചര്യങ്ങളും. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് വരികയാണ്. അന്ന് എൻ്റെ ഹോണ്ട സിറ്റി കാറിൽ കയ്യിൽ ബാക്കിയുള്ള കുറച്ച് പൈസയും എൻ്റെ വസ്ത്രവും എൻ്റെ സാധനങ്ങളൊക്കെ പറക്കിയിട്ടിട്ട് ഞാൻ നേരെ എറണാകുളത്തേക്ക് വരും. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ എനിക്ക് ഇടമുണ്ട്, കാരണം എൻ്റെ വൈഫ് എറണാകുളംകാരി ആയതുകൊണ്ട്. കുറച്ച് ദിവസം അങ്ങനെയൊക്കെ പോയി. അതിനുശേഷമാണ് ഇനി എന്ത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്ത് പണിയും ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ സ്വകാര്യ അഹങ്കാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ എന്ത് പണി ഏൽപ്പിച്ചാലും ഞാനത് ചെയ്യും. നാളെ രാഹുൽ എന്നോട് വന്നിട്ട് ചന്ദ്രനിൽ പോകാമോ രോഹിതേട്ടാ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു തരാമോ, ഞാനൊരു കൈ നോക്കാം എന്ന് പറയാൻ എനിക്കൊരു മടിയില്ലാത്ത ആളാണ്. ഞാൻ എൻ്റെ 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ജോലികൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായി. പക്ഷെ എല്ലായിടത്തും എനിക്ക് ഒന്നാമനാവണം, മുതലാളിയാകണം എന്നൊരു ചിന്താഗതിയുണ്ട്. ഞാനായിരിക്കണം അത് ലീഡ് ചെയ്യേണ്ടതെന്നൊരു ചിന്ത എനിക്കുണ്ട്. ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെടും, അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടും എന്നുള്ളതാണ്. എൻ്റെ ജീവിതം ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചത് ഭഗവത്ഗീതയാണ് എന്ന് ഞാൻ പറയും. 5ാം ക്ലാസ്സിൽ പഠിച്ച ഭഗവത്ഗീതയാണ്? അല്ല, ഒരിക്കലും അല്ല. ബാലഗോകുലത്തിൽ പഠിച്ച ഭഗവത്ഗീതയോ സ്കൂളിൽ പഠിച്ച ഭഗവത്ഗീതയോ ഒന്നും അല്ല. ഭഗവത്ഗീത ഞാൻ ഈ എറണാകുളത്ത് വന്ന സമയത്ത് എൻ്റെ മനസ്സിലെപ്പോഴും ബിസിനസ് ചെയ്യുക അത് ഭയങ്കര പക്ഷേ എൻ്റെ കൂട്ടുകാരായ ചിലരൊക്കെ പറയും, നീ സ്വന്തമായ ഒരു ബിസിനസ് ചെയ്യുന്നത് നീ പരാജയപ്പെടും, നിനക്ക് വല്ലവൻ്റെയും കൂടെ നിൽക്കുമ്പോഴാണ്, വേറൊരാളുടെ ബിസിനസ്സിൽ കൂടെ നിൽക്കുമ്പോഴാണ് നിനക്ക് വിജയിക്കാൻ പറ്റുന്നതെന്ന് എപ്പോഴും പറയും. അപ്പോൾ ശരി, ഞാൻ പലപ്പോഴും ചോദിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറ്. ഈ സമയത്താണ് ഈ സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, സക്സസ് സ്റ്റോറീസ് ഒക്കെ പറയുന്ന ബിസിനസ്സുകാരുടെ. ഇതിൽ ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളെ ഓഡിയോ രൂപത്തിലാക്കി ഒരു ഓഡിയോ ബുക്ക് ഇറക്കിയ വിനോദ് എന്ന് പറയുന്ന ഒരു സംരംഭകനെ പറ്റിയൊരു ഇൻ്റർവ്യൂ വരും. അപ്പം ഞാൻ ഈ സ്പാർക്ക് സ്റ്റോറീസിൻ്റെയൊക്കെ സ്ഥിരം പ്രേക്ഷകരായിരുന്നു ആ സമയത്ത്. കാരണം സക്സസ് സ്റ്റോറീസ് കേൾക്കുക, ധനം മാഗസിനൊക്കെ വാങ്ങി വായിക്കുക, വിജയിച്ചവരുടെ കഥകൾ വായിക്കണം, കേൾക്കണം, ഒപ്പം പരാജയപ്പെട്ടവരുടെ കേൾക്കണം. എന്താണ് ഈ പരാജയപ്പെട്ടവരുടെ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നും ആ വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വിജയിച്ചവരുടെ പാതയിലേക്ക് വരുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ലഭിക്കും. അപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി, വേറെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഭഗവത്ഗീത. ഭക്തിയുടെ വിവിധ വശങ്ങളെ പറ്റി ഇപ്പം ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ നമുക്ക് ഖുറാനോ ബൈബിളോ ഇങ്ങനെ ആക്കി കൊടുത്താലോ, എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായ ഒരു ചിന്തയാണ്. അപ്പം ഞാനിങ്ങനെ 1-2 പേര് ആയിട്ട് എൻ്റെ കൂടെ അന്ന് സ്വന്തം സഹചാരിയായിട്ടുണ്ടാകുന്ന ആഷിഖുണ്ട്. ഞാൻ ആഷിഖിനോട് പറഞ്ഞു, ആഷിഖ് നമുക്ക് ഖുറാൻ, അപ്പോൾ എന്നോട് ചേട്ടാ ഒരുപാട് യൂട്യൂബിലൊക്കെ കിട്ടാനുണ്ട്, നമുക്കത് പരാജയപ്പെടും. അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ സാമ്പിളൊക്കെ കേട്ടു. വളരെ മനോഹരമായി താളവും ഈണവും ലയവും ശബ്ദവും ഒക്കെ ചേർത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അത് ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളെ 18 വാല്യങ്ങളെ ഒരു പെൻഡ്രൈവിലാക്കി അവർ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഭഗവത്ഗീത സംസ്കൃതമാണ്, അറിയാമല്ലോ. ഈ സംസ്കൃത ശ്ലോകത്തെ പ്രിയ പൈ എന്ന് പറയുന്ന അനുഗ്രഹീത ഗായിക നല്ല ഓർക്കസ്ട്രേഷൻ്റെ സപ്പോർട്ടോടുകൂടി ചൊല്ലുകയും അതിനുശേഷം അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ശ്രീകൃഷ്ണൻ്റെയും അർജുനൻ്റെയും ശബ്ദത്തിൽ 2 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പരസ്പര സംവാദം ഗീത ഉപദേശിക്കുകയാണ്. പാർത്ഥന്
ഭഗവാൻ ഗീത ഉപദേശിക്കുകയാണ്, ഇവരിത് അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, വായിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ്, കേൾക്കാൻ എളുപ്പമാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റിനോട് എന്താന്നില്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. അപ്പോൾ ഇതുപോലൊന്ന്, അല്ലെങ്കിൽ രാമായണം ചെയ്യാം, ഭാഗവതം ചെയ്യാം. അപ്പം ഞാൻ അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ അക്കൗണ്ടിൽ അതിനുള്ള ഫണ്ടില്ല, കയ്യിൽ കാശില്ല, ഇതിനൊരു ഇൻവെസ്റ്റർ കിട്ടുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. പക്ഷേ എനിക്കൊന്നും ജോലിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഏകദേശം ഇപ്പോൾ അവിടെ വരുന്ന സമയത്ത് വൈഫിന് ജോലിയുണ്ട്, വൈഫിന് അമ്മ ജോലിക്ക് പോകും, അച്ഛൻ ജോലിക്ക് പോകും, അളിയൻ ജോലിക്ക് പോകും, ഞാൻ മാത്രമാണ് വീട്ടിൽ. പകൽ മുഴുവൻ ആ വീട്ടിൽ ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് എറണാകുളത്ത് വലിയ കണക്ഷൻസ് ഉണ്ടെങ്കിലും ആ കണക്ഷൻസിലോട്ടൊന്നും ഞാൻ പോയിട്ടുമില്ല. ഞാനൊരു വീട്ടിൽ ഒരു മാസക്കാലത്തോളം TV കാണുക, ഫുഡ് കഴിക്കുക, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അതിന് മുമ്പൊക്കെ ഞാൻ ഭാര്യ വീട്ടിലൊക്കെ വന്ന ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ളിൽ നിൽക്കാത്ത ഒരാളുമാണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിനി എവിടെയെങ്കിലും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം 5 വർഷത്തോളം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് 2-3 എടുത്ത് റെസ്യൂം അയച്ചു. അങ്ങനെ എറണാകുളത്ത് തന്നെയുള്ള ഒരു വലിയ ഷോപ്പ്, ഒരു വലിയ ഷോപ്പാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഷോപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. സെയിൽസ് മാനേജറാണ്, ഫ്ലോർ മാനേജറാണ്. അപ്പോൾ അവസാനം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയ കോർപ്പറേറ്റ് കമ്പനിയിൽ എനിക്ക് 50,000 രൂപയ്ക്ക് മുകളിലായിരുന്നു എൻ്റെ സാലറി. ഇവിടെ 30,000 രൂപ സാലറി ഉള്ളൂ, എന്നാലും ഡെയിലി ഇറങ്ങി പോകാനൊരു വഴിയാവുമല്ലോ. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ പ്രൊഫൈലൊക്കെ നോക്കി കുറേ നേരം സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, രോഹിത്തിന് പറ്റിയ പണിയില്ല. ഞാൻ അങ്ങനെ പറയരുത്, എനിക്ക് പറ്റാത്തൊരു പണിയില്ല, ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, രോഹിത്തിൻ്റെ പ്രൊഫൈലും രോഹിത്തിൻ്റെ എക്സ്പീരിയൻസും വെച്ചാൽ ഇതിലും ബെറ്റർ ജോലി രോഹിത്തിന് കിട്ടും, ഇവിടെ ഒതുങ്ങേണ്ടുന്ന ആളല്ല. ശരി, ഞാൻ വളരെ നിരാശയോടെ മടങ്ങി വന്നു. പിറ്റേ ദിവസം ഫേസ്ബുക്കിലൊരു പരസ്യം കാണാം, ഭഗവത്ഗീതയെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഭഗവത്ഗീത, മിത്ര മീഡിയ എന്നാണ് കമ്പനിയുടെ പേര്. മിത്ര മീഡിയയിലേക്ക് വീഡിയോ എഡിറ്ററെ ആവശ്യമുണ്ട്, പാർട്ട് ടൈം ജോലി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് എനിക്കറിയാം. അതിന് മുമ്പ് ഞാൻ നടത്തിയ വെഡിങ് കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ബേസിക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഗൂഗിളിൽ നോക്കി പഠിക്കാം, എനിക്കറിയാം, ബേസിക് അറിയാം. ഞാൻ റെസ്യൂം അയച്ചു. ഞാൻ എൻ്റെ റെസ്യൂം ഒക്കെ തിരുത്തി എൻ്റെ സെയിൽസ് എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ, ആൽബം ഡിസൈനിങ് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു. അവരെന്നെ വിളിച്ചു. ഞാൻ ആദ്യം അവിടുത്തെ ഒരു മാനേജറുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഓണറുണ്ട് വിനോദ് സാറുമായിട്ടൊരു സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ചോദിച്ചു. ഞാൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ അല്ലേ, ഇത് അടൂരാണ്. അപ്പോൾ എൻ്റെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെയാണ്. അടൂരാണോ ഈ സംരംഭം? ഓക്കെ. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഒരു സൂം മീറ്റിങ്ങിൽ വരിക. അപ്പോൾ വിനോദ് സാറ് സൂമിൽ വന്നു, കണക്റ്റായി. കുറച്ച് നേരം ഞങ്ങൾ സൂമിൽ സംസാരിച്ചു. വളരെ പ്ലസൻ്റ് ആയിരിക്കുന്നൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഞാൻ സ്പാർക്ക് സ്റ്റോറീസിൽ കണ്ടതാണ്, ഇൻ്റർവ്യൂവിൽ കണ്ട ആളാണ്. അപ്പോൾ എനിക്ക് എന്തോ ഒരു അടുപ്പം അദ്ദേഹമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, രോഹിത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനോട് കള്ളം പറയാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഞാനിതുപോലെ 4-5 വർഷം സെയിൽസിലായിരുന്നു, എനിക്ക് സ്വന്തമായി സ്ഥാപനം ഉണ്ടായിരുന്നു, കോവിഡാണ് പ്രശ്നമാക്കിയത്. ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണണം. ഞാനല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റർ പാർട്ട് ടൈം ചെയ്യുന്ന പണിക്ക് കാശ്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ എഡിറ്റർക്ക് 19,000 രൂപയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സാരമില്ല, വീട്ടിലിരുന്ന് ചെയ്യല്ലേ, വെറുതെ ഇരിക്കണ്ടല്ലോ, അല്ല എനിക്ക് തന്നെ നേരിട്ട് കാണണം, നാളെ അടൂർ വരാൻ പറ്റും. വരാം. ഞാൻ പിറ്റേ ദിവസം എന്തോ എൻ്റെ പഴയ സെയിൽസ് ജോലി ഉണ്ടായിരുന്ന സമയത്ത് പോലെ എക്സിക്യൂട്ടീവായിട്ട് അണിഞ്ഞൊരുങ്ങി ഷൂ ഒക്കെ ഇട്ട് ഞാൻ അന്ന് ഹോണ്ട സിറ്റി എടുത്ത് അവിടെ പോകണമെങ്കിൽ അടൂർ പോയി തിരിച്ചു വരണമെങ്കിൽ 2,500 രൂപയുടെ എണ്ണ വേണം. ഞാൻ ഫാദറിലൂടെ വാഗണർ കാറിലാകുമ്പോൾ 1,800 രൂപയുടെ പെട്രോൾ മതി. അന്ന സാഹചര്യം അതാ. അതും എടുത്തിട്ട് അവിടെ പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ചെല്ലാൻ പോകുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഭഗവത്ഗീതയുടെ ഓഫീസ്, അതിൻ്റെ മുകളിലൊരു ബെഡ്റൂം, ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇതിൻ്റെ ഓഫീസ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ വലിയൊരു വീട്, വലിയ സംവിധാനങ്ങൾ. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ മാനേജറുമായിട്ട് കാര്യം വന്നിരിക്കുമ്പോൾ സാറ് വന്നു. സാറ് രാവിലെ ഞാൻ വെച്ച് നടക്കാൻ പോയിട്ട് വന്ന അതേ രീതിയിലുള്ള ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് സാർ വരുന്നത്. കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം ഒരുപാട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. വണ്ടിയുടെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒരുപാട്, പലചരക്ക്, പല ബിസിനസ്സുകൾ ചെയ്യുന്നൊരു മനുഷ്യൻ. പുള്ളി വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ എന്നോട് ചോദിച്ചു, രോഹിത്തെ, ഈ ഭഗവത്ഗീതയെ താങ്കൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലായി, ഞാൻ വീഡിയോ എഡിറ്റർ ഇൻ്റർവ്യൂ അതവിടെ നിൽക്കട്ടെ. എന്നോട് ചോദിച്ചു, രോഹിത്തിന് ഒരുപാട് സങ്കടങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പ്രതിസന്ധിയിൽ നിൽക്കും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെയാണ്, സങ്കടങ്ങളല്ല, അടുത്തൊരു വഴി എന്തെന്ന് എനിക്കറിയില്ല. പുള്ളി എന്നോട് പറഞ്ഞു, ഇതാണ് വഴി, അതൊരു ജീവിത മാറ്റമാണ്, അത് അവിടെ ഒരു വഴിത്തിരിവാണ്, എനിക്ക് കൊച്ചിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു വഴിത്തിരിവാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് എന്ത് തരും, രോഹിതിന് എത്രയാണ് വേണ്ടേ? ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു. സാർ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ബൈക്ക് യാത്ര അത് പാടാം, ഞാൻ കാറിലാണ് യാത്ര ചെയ്യുന്നത്, ട്രാവൽ തരാം, ഒരു പ്രശ്നമില്ല, നമുക്കെന്താ വേണ്ടേ, ഇത് ആളുകളിലേക്ക് എത്തണം,
അതിൻ്റെ ഒരു ഞാനൊരു പ്ലാൻ പറഞ്ഞു, പുള്ളി അത് ഓക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് ടീം ബിൽഡ് ചെയ്തു, ഒരു 10ഓളം സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ വെച്ചു. ഈ സംഭവം ഏജൻസി മോഡലിൽ നമ്മൾ സെയിൽ ചെയ്തു, കുറേ ഏജൻസിനെ കൊണ്ടുവന്നു. ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ മണി മോട്ടീവ് അല്ല, ഭഗവത്ഗീതയെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് അതിൻ്റെ ഒരു ബിസിനസ് സൈഡിലാണ് പറഞ്ഞത്. ഞാനിത് വിൽക്കണമെങ്കിൽ ഒരു നിയോഗം വേണം. നിയോഗമൊക്കെ അല്ല, നിയോഗം വേണം, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ ഭഗവത്ഗീത വിൽക്കണമെങ്കിൽ ഞാനത് എന്താണെന്ന് പഠിക്കണം. എന്താണ് ഭഗവത്ഗീത എന്ന് പഠിച്ചാലേ എനിക്ക് ഭഗവത്ഗീത വിൽക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതെ. 9 മണിക്കൂറോളമാണ് ഈ ഓഡിയോ, ഒരു പെൺഡ്രൈവിൻ്റെ ലെങ്ത്. ഇദ്ദേഹം പോകുന്നതിന് എനിക്കൊരു പെൺഡ്രൈവ് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ വണ്ടിയിലിട്ടിട്ട് 4 മണിക്കൂറാണ് അടൂർ ടു എറണാകുളം പതുക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ്. ഞാൻ എൻ്റെ പകുതിയോളം കേട്ടു. പക്ഷെ എനിക്ക് അതിനോട് ഭയങ്കര അടുപ്പം. ആദ്യത്തെ ദിവസം ഞാനിത് പഠിക്കുന്നത് ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ്. വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി. എൻ്റെ ഡ്രൈവിംഗ് വേളകളിൽ, എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ ഈ ഭഗവത്ഗീത കേൾക്കാൻ തുടങ്ങി. അന്ന് ഓൺലൈൻ ലഭ്യമാണ്, വെബ്സൈറ്റിൽ, ആപ്പല്ല, വെബ്സൈറ്റിൽ പോയാൽ ലോഗിൻ ചെയ്താൽ കിട്ടും. എനിക്കൊരു ID പാസ്വേഡ് തന്നു, ഞാൻ അതും കേൾക്കുന്നുണ്ട്. അതിനുശേഷം അന്ന് ഇത് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാൻ വേണ്ടി പഠിച്ചു. ഞാനിത് ഒരുപാട് പേരിലേക്ക്, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, സിനിമാക്കാർക്കൊക്കെ ഇത് ഗിഫ്റ്റായി കൊടുത്തു. അവർ വഴി ടെസ്റ്റിമോണിയൽ വീഡിയോ, എൻ്റെ ഉള്ളിലെ കച്ചവടക്കാരനാണ്, ടെസ്റ്റിമോണിയൽ വീഡിയോസ് എടുപ്പിച്ചു. ഒപ്പം വിനോദ് സാർ എന്ന് വെച്ചാൽ വണ്ടിയും വിൽക്കും, ബസ്സും വിൽക്കും, ഇങ്ങേറ്റത്ത് മുളക് പൊടിയും വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. പുള്ളിയുടെ മോട്ടിവേഷൻസ്, പുള്ളിയുടെ പുള്ളി ഒരാളുടെ സംസാരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിക്ക് കിട്ടിയ പോസിറ്റിവിറ്റി, എനിക്ക് ഈ ഭഗവത്ഗീതയുടെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. സംസ്കൃതത്തിൽ ചൊല്ലുന്ന ഭഗവത്ഗീത മലയാളത്തിൽ കൃഷ്ണാർജുന സംവാദമായി അവതരിപ്പിക്കുകയോ അതിൻ്റെ അർത്ഥം കിട്ടുന്നു. അന്ന് മുതൽ എനിക്കൊരു മനപ്രയാസം വരുമ്പോൾ, ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഞാൻ ഈ ഭഗവത്ഗീത പ്ലേ ചെയ്തിട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കുക, ഓരോ അധ്യായത്തിലേക്ക് പോകും. ഞാനിങ്ങനെ റാൻഡംലി അടിച്ച് ഒരു ഭാഗം കേൾക്കും. അതിനെനിക്കൊരു ഉത്തരമുണ്ട്, ഒരു തടസ്സം. ഞാനിത് ചെയ്യണോ? എൻ്റെ ഉത്തരം ഭഗവത്ഗീത എനിക്ക് തരാൻ തുടങ്ങി. അത് എൻ്റെ മനസ്സിനും ശരീരത്തിനും നൽകിയ ഒരു ഉണർവ് അതിഭയങ്കരമാണ്. അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതൊരു മാറ്റം ഉറപ്പായും. നോക്കൂ, ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാകാൻ, പിന്നെ മോക്ഷവും വരുമെന്ന് ഞാൻ ചൊല്ലവേണമോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കേൾവിയാണ് മറ്റെന്തിനേക്കാൾ നമ്മുടെ ശിരസിൽ ഇത് ഫീഡ് ചെയ്യാൻ, മോട്ടിവേഷൻ തരാൻ, മാർഗതടസ്സങ്ങളെ മാറ്റിത്തരാൻ, മുന്നോട്ട് നയിക്കാൻ ഭഗവത്ഗീത കേൾക്കുക എന്ന് പറയുന്നത്. ഹിന്ദു മിത്തോളജി അനുസരിച്ച്, ഹിന്ദു വിശ്വാസങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ഗംഗാതീർത്ഥം, അത് ഭക്ഷിക്കുന്നത് മോക്ഷദായകമാണ് എന്ന് നമുക്കറിയാം. ഭഗവാന്റെ അധരങ്ങളിൽ നിന്നും മുഖത്തു നിന്നും ആവിർഭവിച്ച ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നത് എത്രയോ പുണ്യമാണ്. മനസ്സിലെ നെഗറ്റിവിറ്റി നീക്കി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. അത് ചെയ്യാനുണ്ടായ ഒരു ചിന്ത, അത് വെറും ഒരു ബിസിനസ് ഐഡിയയിൽ മാത്രം പറ്റുന്ന ഒന്നല്ല. അദ്ദേഹത്തിന് ഭഗവാനോടുള്ള വലിയ ആരാധന, വിശ്വാസം, ഇതിൻ്റെയൊക്കെ പുറത്തുണ്ടായതാണ്. ആ ഒരു യാത്രയുണ്ടായിരുന്നു 1 വർഷക്കാലം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പോകുന്നത് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ കിളിമാനൂർ കൊട്ടാരത്തിലെ തമ്പുരാനടക്കം, തമ്പുരാട്ടി അടക്കം, കുമ്മനം രാജശേഖരൻ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ ഭഗവത്ഗീത ഇത് ഗിഫ്റ്റ് ചെയ്തു. അത്തരത്തിൽ ഞാൻ യജ്ഞപണ്ഡിതൻ, അതായത് സപ്താഹ യജ്ഞങ്ങൾ നടത്തുന്ന ഡോക്ടർ വേദശ്രീ മണികണ്ഠൻ പള്ളിക്കൽ സാറുണ്ട്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റും. അത്രയ്ക്ക് അടുപ്പമുള്ള, സ്നേഹത്തോടെ സാറേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ വിളിക്കുന്നത് മണികണ്ഠൻ സാർ. അബാക് മീഡിയയിൽ പലപ്പോഴും ഗസ്റ്റായി വന്നിട്ടുണ്ട് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തിന് ഞാൻ ഈ പെൻഡ്രൈവ് ഗിഫ്റ്റ് ചെയ്തു. അദ്ദേഹം കേട്ടതിന് ശേഷം മനോഹരമായൊരു ഓഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം കൊച്ചിയിൽ തൃപ്പൂണിത്തറയിൽ ഒരു ക്ഷേത്രത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോൾ ഞാൻ പോയി കണ്ടു, ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, യജ്ഞത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നടുത്തുണ്ട് സാറേ. അതൊന്ന് ഞാൻ ഈ ഭഗവത്ഗീത ഇതിൻ്റെ ഒരു നമ്മൾ എത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് ചാനലിലേക്ക് പതുക്കെ ജോലിക്ക് കയറി. എൻ്റെ ജീവിതത്തിന് വഴി തെളിയിച്ചത് അവിടെയാണ്. സീരിയസ്ലി ഞാൻ വിശ്വസിക്കുന്നു. ജീവിതം മൊത്തം മാറ്റിമറിച്ചു. അതെ, ഞാനന്നൊരു ശബരിമല റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ് ഇദ്ദേഹം വിളിക്കുന്നത്. എനിക്ക്
ഞാൻ മെൻ്റലി സ്റ്റേബിളായി, ഫിനാൻഷ്യലി സ്റ്റേബിളായി, എനിക്കൊരു ജോലിയായി, എന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരാളൊന്നുമല്ല, എങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും എന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നൊരു സാഹചര്യം. അപ്പോൾ ഞാനവിടെ പോയി. അപ്പോൾ ഞാനന്ന് ഈ ശബരിമല റിപ്പോർട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തമിഴ്നാട്ടിലുള്ളൊരു ഭക്തസംഘം ഒരു ചെറിയ മൊമെൻ്റൊക്കെ തന്ന സമയമാണ്. അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കേട്ടിരിക്കുക, അവിടെ അന്ന് ഗോപൂജ നടക്കാം. ഞാനുണ്ട്, ഭാര്യയുണ്ട്, എൻ്റെ ക്യാമറമാനുണ്ട്. ഈ ഗോപൂജയൊക്കെ കഴിയുമ്പോൾ സാറിനെ കണ്ടു. സാറിൻ്റെ മൈക്കിലൂടെ ആ വാചകം എനിക്കിപ്പോഴും ഭയങ്കര മോട്ടിവേഷൻ തരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മാധ്യമപ്രവർത്തകനും സർവോപരി ഗീതാ പ്രചാരകനുമായ രോഹിത് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ക്ഷേത്രോപദേശ സമിതി എനിക്കൊരു ഷോളും ആ വേദിയിൽ വെച്ചൊരു മഹാരമൊക്കെ അണിയിച്ച് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിനും അപ്പുറത്തേക്ക് ഭഗവത്ഗീത പ്രചരിപ്പിച്ചത് കൊണ്ട് എനിക്ക് ആദ്യമായി കിട്ടിയ അംഗീകാരം. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടുത്തെ ഉപദേശസമിതി പ്രസിഡന്റ് എനിക്ക് ഷോളൊക്കെ അണിയിച്ചിട്ട് എൻ്റെ കാലൊക്കെ തൊട്ടു. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ സാറിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. ഇന്നും അദ്ദേഹത്തിൻ്റെ യജ്ഞവേദികളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലും. അവിചാരിതമായിട്ടാണ് മണികണ്ഠൻ സാറിൻ്റെ യജ്ഞവേദികളിലേക്ക് അവിചാരിതമായാണ്. ഞാനിപ്പോൾ പലപ്പോഴും അദ്ദേഹം യജ്ഞത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസാരിച്ച് കഴിയുന്നതും വരെ മാറിയിരിക്കും. എന്നാൽ അദ്ദേഹം കണ്ടാൽ നമ്മളെക്കുറിച്ച് വാദോരാതെ അവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കും. അത് ദൈവം തന്ന പുണ്യമാണ്. നമ്മൾ ആ വഴിയിലൂടെ പോകുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിശ്വദിനത്തിൽ തന്നെ ഈ കഥ പറയാൻ തീരുമാനിച്ചത് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശങ്ങളാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ കേൾക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് ഹൈന്ദവ മത വിശ്വാസികളായ കുട്ടികൾ ഭഗവത്ഗീത കേൾക്കണം, ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നോക്കൂ, ബഹിരാകാശത്തേക്ക് വരെയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു, വിവിധ ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നു. അതിനൊക്കെ തിയറിറ്റിക്കലി പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്തു വച്ചിരിക്കും. ആത്മീയ തലത്തിലേക്ക് ഉയരാൻ എന്ത് വേണമെന്ന് ഇപ്പോഴും ആരും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. 99% പേര് പഠിച്ചിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതെ, അതിനൊക്കെ വേറെ തലങ്ങളിലേക്കൊക്കെ പോകണം. നമ്മളായിരുന്നു കൊണ്ട് എന്താണ് ആത്മീയത എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ടൂളാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയുടെ ഓഡിയോ ബുക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സമയമില്ല, ആർക്കും സമയമില്ല. നമ്മൾ നിത്യം യാത്രകളിലാണ്, ഓഫീസിൽ ജോലിയുണ്ട്. ഇത് മാർക്കറ്റിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു പെൻഡ്രൈവ്, മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള കസ്റ്റം ഡിസൈനിലുള്ള ഒരു പെൻഡ്രൈവും അതിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും സഹിതമാണ്. ഇത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലൊക്കെ ചില സിസ്റ്റങ്ങളിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെത്തുന്നത് ഒരു കുഞ്ഞു ബ്ലൂടൂത്ത് സ്പീക്കറും ഈ പെൻഡ്രൈവും മനോഹരമായി ചെയ്ത ഒരു സംഭവമാണ്. നിങ്ങളൊരു ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ല ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റും, മറക്കില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു വൈഫിൻ്റെ കസിൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരു രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും ഒരുമിച്ച് വാങ്ങി ഗിഫ്റ്റ് ചെയ്തു. അതിന് നല്ല പൈസയായി. ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ ഞാനിത് അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷമായത് ആ ഗിഫ്റ്റാണ്. അവർക്ക് എന്നോട് പറഞ്ഞു, ഇപ്പോഴും അത് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നത് ഒരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാം. നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അതെന്നും ഉണ്ടാവും അവിടെ, അടുത്ത വഴി കളയില്ല, ഉപേക്ഷിക്കില്ല. ഈ ഭഗവത്ഗീതയുടെ ഈ പെൻഡ്രൈവിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം, ഇനി സമയം നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല. നിങ്ങൾ ജോലിയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ട്രാവൽ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാറിൽ പ്ലേ ചെയ്ത് കേൾക്കാം, കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു സാധനമാണ്. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്കിത് കേൾക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കുഞ്ഞു സാമ്പിൾ ഇതിൻ്റെ ഹൈലൈറ്റ്സിലെങ്കിലും കേൾപ്പിക്കാൻ പറ്റും. കാരണം ഇത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല. ഭഗവാനും ഭഗവാന്റെ പ്രിയങ്കരനായ പാർത്ഥനും തമ്മിൽ നടത്തിയ ആ സംവാദം, ഗീതോപദേശം, ഭഗവാൻ പാർത്ഥന് നൽകിയ ഗീതോപദേശം, പാർത്ഥൻ്റെ സംശയങ്ങൾ സംസ്കൃതത്തിലും മലയാളത്തിലും ഒരേപോലെ ഒരു സിനിമ കാണുന്ന, ഒരു സിനിമയുടെ ശബ്ദരേഖ കേൾക്കുന്നത് പോലെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ പ്രൊഡക്റ്റ്. ഭഗവത്ഗീതയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അത് വാങ്ങി ഉപയോഗിക്കാം. ജീവിതത്തിന്റെ വഴിത്തിരിവായേക്കാം. അതെ, ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ മുന്നിലിരിക്കുന്നത്. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. ഈ ഭഗവത്ഗീതയുടെ മിത്ര മീഡിയയുടെ യൂട്യൂബിൽ ഞാൻ ആ കാലഘട്ടത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പോയി കൊണ്ടുകൊടുത്ത ഗസ്റ്റുകളുടെയൊക്കെ ടെസ്റ്റിമോണിയൽസ് ഇട്ടിട്ടുണ്ട്.
എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഈ കൊടുത്ത ഫോട്ടോസ് ഒരുപാട് ഒട്ടനവധി ഫോട്ടോസ് എൻ്റെ സോഷ്യൽ മീഡിയയിലും, ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഗൂഗിൾ ഫോട്ടോസിലൂടെ വെറുതെ കണ്ണോടിയപ്പോൾ ഞാൻ അന്ന് നടത്തിയ ആക്ടിവിറ്റീസ് ഒരുപാട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നവർ ആ പ്രോഡക്റ്റ് വാങ്ങി കേട്ട് നോക്കുക. എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം, ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ അവരുമായിട്ട് അത് കണക്ട് ചെയ്ത് തരാം. ആവശ്യമുള്ളവർക്ക്, ഒരു നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനസ്സിലാകുന്ന തടസ്സങ്ങൾ നീക്കുന്ന ഈ ഭഗവത്ഗീത അത് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. മനസ്സും ബുദ്ധിയും ഭഗവത് സ്മരണയിൽ നിലനിർത്തിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തി എത്താൻ സഹായിക്കുമെന്ന് ഉപദേശിക്കുന്ന അത്ഭുത ദിവ്യ ഔഷധമാണ് ഭഗവത്ഗീത. സാധിക്കുന്നവർ ഇത് വാങ്ങി കേൾക്കുക. ഭഗവത്ഗീത വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ തുടങ്ങിയത് അബാക് മീഡിയ സ്പിരിച്വൽ ആകാനുള്ള കാരണം, അതിന് പല കാരണങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തസ്മൈ ഗുരുജിയുമായുള്ള എൻ്റെ ബന്ധം, പിന്നീട് വന്നിട്ടുള്ള ഓരോ ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തുടങ്ങുന്നത് ചിലപ്പോൾ ഈ ഭഗവത്ഗീത എന്ന് പറയും. അതായത് ഞാൻ എനിക്ക് ഏതൊക്കെ വഴിയിലൂടെ പോകാമായിരുന്നു, പക്ഷെ എന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ഭഗവത്ഗീതയിലേക്ക് ഞാൻ റെസ്യൂം അയച്ചപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, 10,000 ശമ്പളത്തിൽ നിങ്ങൾ എന്താ വീഡിയോ എഡിറ്റർ ആകാൻ പോവാണോ? കാര്യം അതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഒരു ദിവസം എൻ്റെ പെട്രോളും എൻ്റെ എക്സ്പെൻസും ഒക്കെ ആയിട്ട് ഡെയിലി 4,000-5,000 രൂപയും ഒക്കെ വേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. രാഹുലിനറിയാം, അന്ന് വ്യക്തിപരമായി നമ്മളുടെ അടുപ്പം വെച്ച് രാഹുലിനറിയാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മാസം 10,000 രൂപ എന്ന് പറയുന്നൊരു ജോലിയിലേക്ക് ഇരുന്നത്. പക്ഷേ എനിക്ക് അതല്ല അദ്ദേഹം തന്ന ശമ്പളം. എനിക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളവും കാര്യങ്ങളും ഒക്കെ എനിക്ക് തന്നു. അവിടെ നിന്നുണ്ടായ വഴിത്തിരിവുകളുണ്ട്. എന്തായാലും കഴിയുന്നവർ ഇത് വാങ്ങി കേൾക്കുക, ഉപയോഗിക്കുക. അതാണ് ഈ വിഷുദിനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും അബാക് മീഡിയയുടെയും എൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ നേരുകയാണ്.